പാലക്കാട് ആശ്രമം 93-ലാണ് നമ്മൾ ഈ ആശ്രമത്തിൻ്റെ സ്ഥലം പ്രൊക്യൂർ ചെയ്യുന്നത്. 2005 മാസ്റ്റർ അതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തു. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന യാക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ ദൂരമായിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഒരുപാട് ബസ്സുകൾ അവിടേക്ക്, ബസ് സൗകര്യം അവിടെ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ആശ്രമത്തിൽ എത്താൻ സാധിക്കും. ഞാൻ ജയറാം രാജേഷ്. ഞാൻ അഭ്യാസിയാണ്, 16 years old. ഞാൻ ലാസ്റ്റ് ഇയറാണ് മിഷനിൽ ജോയിൻ ചെയ്തത്, മെഡിറ്റേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് ഭയങ്കര നമുക്ക് സ്റ്റഡീസിലും ഹെൽപ്പ് ചെയ്യും, പിന്നെ എല്ലാ സിറ്റുവേഷൻസിലും കാമായിട്ട് എപ്പോഴും മൈൻഡിനെ കാമായി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് സ്റ്റേജ് ഫിയർ മാറി, ലൈക്ക് പബ്ലിക് ഞാൻ ഫേസ് ചെയ്യാനുള്ളൊരു ഫിയർ മാറി. എൻ്റെ അച്ഛനും അമ്മയും അഭ്യാസിയാണ്. ഞാൻ പാലക്കാട് സെൻറ്ററിലാണ് ഇപ്പം വരാറ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അത്യാവശ്യമായൊരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ. ഞാൻ ചിലപ്പോൾ പറയാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായവ, ആവശ്യമായവ, അത്യാവശ്യമായ, അങ്ങനെ 3 തരമായിട്ട് തരംതിരിക്കും. അനാവശ്യമായത് എന്നത് ഒരു എക്സാമ്പിൾ തരാമെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഒരു വീട് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ 2 എണ്ണം 10 വീട് ഞാൻ പണിയാമെന്ന് പറയുന്നത് അനാവശ്യം. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മൾക്ക് ഒരു വാഹനം വേണം, ഒരു വീട് വേണം, ജോലി വേണം. ഇതൊക്കെ അത്യാവശ്യമായവ ഭക്ഷണം, വെള്ളം, വായു, ജീവൻ. ഈ അത്യാവശ്യമായതിനും മറ്റു 2 വിഭാഗത്തിനും വ്യത്യാസം എന്താ വെച്ചാൽ, അത്യാവശ്യമായത് നമ്മുടെ ദേഹത്തിനുള്ളിലുണ്ടാകും. നമ്മൾ ഭക്ഷണം നല്ല വിശക്കുന്ന സമയത്ത് ടേബിളിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് എൻ്റെ വിശപ്പ് മാറില്ല. എൻ്റെ വിശപ്പ് മാറണമെങ്കിൽ ഞാൻ ആ ഭക്ഷണം കഴിച്ചത് ഉള്ളിലേക്ക് പോകും. സെയിം ഈസ് എ കേസ് വിത്ത് വാട്ടർ, സെയിം ഈസ് എ കേസ് വിത്ത് എയർ, സെയിം ഈസ് എ കേസ് വിത്ത് ഗോഡ്. അപ്പോൾ സഹജമാർഗം നമ്മൾക്ക് ചെയ്യുന്നത് ദൈവത്തിനെ നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ത്രൂ പ്രാണാഹുതി, ത്രൂ ട്രാൻസ്മിഷൻ, സംപ്രേഷണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ മെഡിറ്റേഷനിൽ ദർ ഇസ് സംതിങ് കോൾഡ് എ ബ്രെയിൻ കെമിക്കൽ എൻഡോർഫിൻ. ഈ എൻഡോർഫിനെ ഒരാൾ പിന്നെ വിശദീകരിച്ചത് എൻഡ് ഓഫ് മോർഫൈൻ. Morphine is the biggest, most powerful painkiller in the world. Where even morphine doesn't work, endorphin will work. അതാണ് എൻഡോർഫിൻ നമ്മളിൽ വളർന്നു വരുമ്പോൾ നമ്മൾ കരുണ, ദയ,
പിന്നെ സഹിഷ്ണുത, ഇതെല്ലാം ജനറോസിറ്റി, ഇതെല്ലാം നമ്മൾ വളർന്നു. പ്ലസ് യോഗ ഈസ് സ്കിൽ ഇൻ ആക്ഷൻ ആണ് പറഞ്ഞത്. യോഗ ഈസ് ഈവൻ മൈൻഡഡ്നെസ്, യോഗ ഈസ് സ്കിൽ ഇൻ ആക്ഷൻ, യോഗ ഈസ് സെൽഫ് റിയലൈസേഷൻ, യോഗ ഈസ് ഗോഡ് റിയലൈസേഷൻ. ഇതിന് നാലിനും ഉപയോഗിക്കുന്നത് ഈ യോഗ. നന്നായി നടക്കുന്ന ഒരു സെൻറ്ററാണ്, വളരെ നന്നായി നടക്കുന്ന സെൻറ്ററാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2021 ഒരു ധ്യാന മഹോത്സവം നടത്തി. ഒരു 160 to 170 മെമ്പേഴ്സ് അത് അറ്റൻഡ് ചെയ്തു. അവർക്കും 3 ദിവസം സിറ്റിംഗ് കൊടുത്തു. നമ്മുടെ VK സോമകുമാർ വന്നിരുന്നു, അവർ വന്നിട്ടാണ് അത് നടത്തിയത്. കുറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ പിന്മാറിയതിന് ശേഷം രാധാകൃഷ്ണനും ഒക്കെയാണ് സെൻറ്ററിൻ്റെ അത് നന്നായി കൊണ്ടുവന്ന് നടത്തുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്തത് 2002 സോമകുമാർജിയാണ് എനിക്ക് സിറ്റിംഗ് തന്നത്. കൃഷ്ണേട്ടൻ എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതിൻ്റെ സമയം വന്നാൽ ഉള്ളുന്ന ക്രേവിങ് വരും എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. എൻ്റെ സമയം വന്നാൽ ഞാൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഒരു ദിവസം രാവിലെ ഉത്രാടത്തും ദിവസം, ഉത്രാടത്തും ദിവസം രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്, ഉത്രാടല്ലേ, ജോലികളെല്ലാം വേഗം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പല്ല് തേക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ ഉള്ളെന്ന് ചോദിച്ചു, സിറ്റിംഗ് എടുക്കാറായില്ലേന്ന്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, നമുക്കിന്ന് സിറ്റിംഗ് എടുക്കാൻ പറ്റുമോ? ഇത് രണ്ടും ഒരു ദിവസം ഒരേ സമയത്ത്. ഇത് ചോദിച്ചത് ആരാന്നൊന്നും പക്ഷേ എനിക്ക് സൂചന ഉണ്ടായിരുന്നു. അത് എൻ്റെ മാസ്റ്ററല്ലാതെ വേറെ ആരല്ല ഉള്ളെന്ന് ചോദിച്ചത്. അതായിരുന്നു അതിൻ്റെ പോയിന്റ്. അന്ന് തന്നെ പോയിട്ട് സിറ്റിംഗ് എടുത്തു. അന്ന് കൊണ്ട് വളരെ ഡെഡിക്കേഷനായിട്ട് എൻ്റെ പ്രാക്ടീസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു വീഴ്ചയും സംഭവിച്ചില്ല. അവർ രണ്ടുപേരും അഭ്യാസികളാണ്, മകനും മരുമകളും അഭ്യാസികളാണ്. നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ മാസ്റ്ററുടെ ഗ്രേസ് കൊണ്ട് ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. എവിടെ പോകുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവർക്ക് ആ കൃത്യസമയത്തിന് അവരെ പറഞ്ഞയക്കാനും അല്ലാണ്ട് ഈ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടമായിട്ട് ബുക്ക് ഹാർട്ട്ഫുൾനെസ് ചെയ്യും. അതായിരുന്നു ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക്. ഇന്നിപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 100-200 അഭ്യാസികൾ ലൈവായിട്ടുണ്ട്. പക്ഷേ സത്സംഗത്തിനൊക്കെ ഒരു 10-100 പേര് വരാറുണ്ട്. 100 പേരുടെ അടുത്ത് സത്സംഗത്തിന് അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു ആശ്രമം, ആദ്യകാലങ്ങളിലുള്ള 2ാമത്തെ ആശ്രമമാണ് പാലക്കാട് ആശ്രമം. ലൊക്കേഷൻ യാക്കരയിലാണ്. കോട്ട മൈതാനത്ത് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ധാരാളം ബസ്സുകളുണ്ട്. ഓട്ടോറിക്ഷയിൽ വരാം. മിനിമം ചാർജ് ബസ്സിന് വരുമ്പോൾ മിനിമം ചാർജാണ് വരുന്നുള്ളൂ. മുനിസിപ്പൽ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് ഈ ആശ്രമം നിലകൊള്ളുന്നത്. യാക്കരയിൽ നിന്ന് തങ്കം ഹോസ്പിറ്റൽ റോഡിലേക്ക് പോകുമ്പോൾ 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ആശ്രമമായി.